ഹലോ ഗായ്സ്, അങ്ങനെ രാവിലെ തന്നെ ഇച്ചു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കേക്ക് നിന്നുകൊണ്ടാണ് നമ്മുടെ രാവിലത്തെ തുടക്കം. അപ്പം തന്നെ ഇച്ചുവിൻ്റെ പൂച്ചയും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ പൂച്ചക്കും കേക്ക് കൊടുത്ത് നമ്മളങ്ങ് കേക്കൊക്കെ തിന്ന് അങ്ങനെ ചായയൊക്കെ കുടിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ ഇച്ചുവിൻ്റെ മെയിനായിട്ടുള്ള പരിപാടിയാണ് ഊഞ്ഞാലാടുക എന്നുള്ളത്. എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് അമ്മേനെ കൊണ്ടാകുന്ന എപ്പോഴും ഊഞ്ഞാലാടിപ്പിക്കുക കേട്ടോ. അപ്പം അമ്മ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഊഞ്ഞാലാട്ടണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്മ സാരിയൊക്കെ കെട്ടി കൊടുത്തു. അങ്ങനെ ഇച്ചുതാ ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സാരിയൊക്കെ കെട്ടിയിട്ട് ഊഞ്ഞാലാടിയ എത്ര പേരുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ. പുറത്താണ് കെട്ടി കൊടുത്തിട്ടുണ്ടായിട്ടാ, പിന്നെ മഴയായതുകൊണ്ട് അകത്തേക്ക് മാറ്റിയതാണ്. പിന്നെ ഞാൻ അടിച്ചു വരാൻ വേണ്ടി പോയി. അങ്ങനെ ഞാൻ അടിച്ചു വരിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും മോനും ഇതാ കട്ടിലുണ്ട്. ഏട്ടൻ പണിക്കൊക്കെ പോകാൻ വേണ്ടി റെഡിയായി നിന്നതാണ്. അപ്പോഴേക്കേട്ടന് ഭയങ്കര ക്ഷീണമൊക്കെ വയറ്റുന്ന പോക്കാണ് ഗൈസ്. അതുകൊണ്ട് പിന്നെ പോയിട്ടില്ല, ലൂസ് മോഷൻ. എന്നിട്ട് പിന്നെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇച്ചു പോയിട്ട് അച്ഛനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും വയറ്റിലോട്ട് ഇട്ട് കൊടുക്കണമല്ലോ. അങ്ങനെ കുറച്ച് കേക്കും ബിസ്ക്കറ്റൊക്കെ തിന്നു. പിന്നെ ഇച്ചുവിന് ഇതാ കുറച്ച് ഐസ്ക്രീമൊക്കെ കൊണ്ട് കൊടുത്തു. അതിൻ്റെ അകത്ത് ഞാനും കുറച്ച് ഇസ്ക്കി തിന്നുമൊക്കെ ചെയ്തു വിട്ടാം. എനിക്ക് കുളിക്കുന്ന ടൈമാണ്. അങ്ങനെ ഇച്ചുവിനെ കുളിപ്പിക്കാൻ വേണ്ടി വട്ടയിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് അവനെ കുളിപ്പിക്കാൻ ഞാനിങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സോപ്പൊക്കെ കയ്യിലാക്കിയിട്ട് ഞാനിങ്ങനെ ബബിൾസൊക്കെ ആക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ എനിക്ക് നടന്നിട്ടില്ല ഗൈസ്. പിന്നെ കുഴപ്പമില്ല, അവനെ ഞാൻ കുളിപ്പിച്ച് കയറ്റിയിട്ടുണ്ട്. ഇനി എൻ്റെ കുളിക്കുന്ന ടൈമാണ്. ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇതൊരു പാഡാണ്. എന്താ പറയുക, ഈ നരേന്ദ്രമോദിൻ്റെ ഗുളികയൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുന്ന പാഡാണ്. ഇതിൻ്റെ പേര് നിങ്ങൾ നോട്ട് ചെയ്തോളും. ഇത് 10 പാഡാണ് ഗൈസ് നിങ്ങൾക്ക് കിട്ടുക. വെറും 10 രൂപയ്ക്ക് 10 പാഡ്. അപ്പോൾ ഒരു പാഡിന് 1 രൂപയെ വരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്കിത് ഡേ ടൈം യൂസ് ചെയ്യാം, നൈറ്റ് ടൈം പറ്റത്തില്ല. കാരണം നല്ല ഫ്ലോയിലുള്ളവരാണെങ്കിൽ അത്ര പറ്റത്തില്ല. നമുക്ക് ലാസ്റ്റ് ദിവസത്തിലേക്കൊക്കെ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര അഫോർഡബിൾ ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോഴേക്ക് ഇച്ചു നല്ല ഉറക്കമായിട്ടുണ്ട്. അപ്പം നമ്മൾ വേഗം പോയി ചോറൊന്ന് അയച്ചു. പയറുകറിയുണ്ട്, വറവുണ്ട്, മുട്ടയുണ്ട്. അതൊക്കെ തിന്ന് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. അങ്ങനെ പാത്രമൊക്കെ കഴിഞ്ഞു. ഇനി ഒരു ലോഡ് പാത്രം ആദ്യം ഉണ്ട് കഴുകാൻ വേണ്ടി. അപ്പോഴേക്ക് ഇതാ വെള്ളം വന്നിട്ടുണ്ട് പൈപ്പിൽ. ഞാൻ വേഗം പോയി വെള്ളമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള റെഡിയാവലാണ്. അപ്പോഴേക്ക് ഇച്ചു വേഗം ഓടി വന്നു. ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് വെള്ളം പിടിക്കേണ്ടി വരുമെന്ന്. അപ്പോഴേക്കില്ല, എൻ്റെ ഹെൽപ്പറായിട്ടുള്ള എൻ്റെ മോൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഇച്ചു വെള്ളം പിടിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഞാൻ വേഗം അടുപ്പൊക്കെ കത്തിച്ച് ചോറൊക്കെ തിളപ്പിക്കേണ്ടായിരുന്നു. രാവിലെ ആക്കിയതാണ്. അപ്പോൾ ഒന്ന് തിളപ്പിച്ച് വറുത്താൽ മതി. അത് കഴിഞ്ഞ് പിന്നെ ഇച്ചുതാ പുറത്തുനിന്ന് ജില്ലിയൊക്കെ വാരി കളിക്കുന്നുണ്ട്. ഞാനതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു. അവന് മുറ്റത്തുനിന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ജീവൻ്റെ ജീവനാണ്. അങ്ങനെ ഇച്ചും അച്ഛനും തമ്മിൽ എന്തൊക്കെയോ കലമ്പാകുന്നുണ്ട്. കുരുത്തക്കേടാണ് ഇച്ചുവിൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ അമ്മയും അച്ഛനും വന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടി നല്ലൊരു ചായയൊക്കെ അങ്ങോട്ട് കുടിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ കിടക്കുന്നുണ്ടായത് കേട്ടോ. അങ്ങനെ ഏട്ടൻ എണീച്ചിട്ട് ഏട്ടൻ്റെ ചോളം തിന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളത്തെ വിശേഷമായിട്ട് നാളെ വരാം. ബൈ ബൈ, സീ യു.